ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർക്കിടകം 31-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 1:52 ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്രത്തിലെ ചിങ്ങസംക്രമത്തോടെ കൊല്ലവർഷം 1201 ആണ്ടിന് തുടക്കം ആകുന്നു. ഈ വർഷം ശനിക്കും രാഹുവിനും കേതുവിനും രാശിമാറ്റം സംഭവിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം 1201 തുലാം 1-ാം തീയതി കർക്കിടകം രാശിയിലേക്കും 1201 വൃശ്ചികം 19-ാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും തിരികെ മിഥുനം രാശിയിലേക്കും 1201 ഇടവം 19-ാം തീയതി നേർഗതിയിൽ വീണ്ടും കർക്കിടകൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലം വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ഈ വർഷത്തെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വർഷം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് ഏറെ ഗുണകരവും വൃശ്ചികക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. കുടുംബജീവിതം സന്തുഷ്ടം ആയിരിക്കും. സമീപനങ്ങൾ സത്യസന്ധവും നീതിയുക്തവും ആയിരിക്കും. ധാർമ്മികവും ആത്മീയമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാണ്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കും. വ്യവഹാരങ്ങളിൽ വിജയം നേടും. തൊഴിൽ രംഗത്ത് പുരോഗതി ദൃശ്യമാകും. ചില കാര്യതടസ്സങ്ങളും പ്രതീക്ഷിക്കാം. പങ്കാളിയുടെ ശാരീരിക പ്രശ്നങ്ങൾ മനോവിഷമത്തിന് കാരണമാകും. ആലോചനയില്ലാത്ത പ്രവൃത്തികൾ നിമിത്തം അപമാനമോ അപവാദമോ നേരിടേണ്ടി വരും. ഉദ്യോഗത്തിൽ പുരോഗതിയും അധികാരവും ലഭിക്കും. പ്രായോഗിക ജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. തൊഴിൽ സംബന്ധിച്ച യാത്രകൾ കൂടുതൽ ആയിരിക്കും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പ്രതികൂല സാഹചര്യങ്ങളെ ഏറെക്കുറെ അതിജീവിക്കുവാൻ കഴിയും. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണ വിധേയമാകേണ്ടി വരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കഠിന പ്രയത്നം വേണ്ടിവരും. മാതാവിനോ മാതൃതുല്യർക്കോ അസുഖങ്ങൾ വന്നുവിടും. വളർത്തു മൃഗങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം. പൊതുപ്രവർത്തന രംഗത്ത് ശോഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ഉണ്ടാകും. മേലധികാരികളുടെ ആജ്ഞകൾ അനുസരിക്കുവാൻ നിർബന്ധിതരാകും. സർക്കാർ ജോലിയിൽ നിന്നും വിരമിക്കുന്നവർക്ക് സ്വന്തമായി സ്ഥാപനം തുടങ്ങുവാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സാധ്യമാകും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യം യഥാസമയം ലഭിച്ചേക്കില്ല. സാഹിത്യകാരന്മാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. കലാകാരന്മാർക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. അക്കൗണ്ടിംഗ് നിയമമേഖലയിൽ ഉള്ളവർക്ക് സമയം അനുകൂലമാണ്. സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് പേരും പെരുമയും വർദ്ധിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാര്യങ്ങൾ ഗുണകരമാണ്. കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും. കാറ്ററിംഗ്, ബേക്കറി, ഹോട്ടൽ മേഖലയിൽ നേട്ടമുണ്ടാകും. ക്ഷേത്ര ജീവനക്കാർക്ക് വരുമാനം വർദ്ധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ്. സാങ്കേതികമായ കാരണങ്ങളാൽ നിശ്ചയിച്ച വിവാഹം മാറ്റിവെക്കേണ്ടി വരും. പകർച്ചവ്യാധി പിടിപെടാനുള്ള സാധ്യതയും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഉപരിപഠനത്തിനുള്ള ശ്രമം ഗുണകരമാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ മേഖലയിൽ പുരോഗതി ദൃശ്യമാകും. കർക്കിടകം, കന്നി, മകരം, മേടം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന വർഷമായിരിക്കും. തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ നേരിടും.
വസ്തുവകകൾ വിൽപ്പന നടത്തും. പുതിയ വാഹനം അധീനതയിൽ വരും. വിലപിടിപ്പുള്ള വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. പൊതുവെ സാമ്പത്തിക ഞെരുക്കവും ശാരീരികമായി ചില അസ്വസ്ഥതകളും അനുഭവപ്പെടും. ജീവിത നിലവാരം ഉയരും. എങ്കിലും അമിതമായ സാമ്പത്തിക ചെലവുകളും ഉണ്ടായേക്കാം. പ്രവൃത്തികൾക്കും പ്രയത്നങ്ങൾക്കും അനുഭവബലം കുറയും. കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. ആശയവിനിമയത്തിൽ അപാകതകൾ ഉണ്ടാകാം. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട്. ആശുപത്രിവാസത്തിനും യോഗമുണ്ട്. സ്ത്രീജനങ്ങളുമായി കലഹിക്കാൻ ഇടയുണ്ട്. ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ യഥാസമയം പൂർത്തിയാക്കുവാൻ കഴിയാതെ വരും. ജീവിതത്തിൽ അടുക്കും ചിട്ടയും നഷ്ടപ്പെടും. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. വിജയപ്രതീക്ഷകൾ സഫലമാകും. തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും. വ്യവഹാരങ്ങളിൽ വിജയം ഉണ്ടാകും. വീട് പുതുക്കിപ്പണിയും. ബന്ധുജനങ്ങളുമായി സാമ്പത്തിക കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. ഗ്രഹത്തിൽ മുതിർന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്രതീക്ഷിതമായി ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. പങ്കാളിയുടെ വീട്ടുകാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. സത്കീർത്തിയും സജ്ജന ബഹുമതിയും വന്നുചേരും. ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും അനുഭവപ്പെടും. പ്രവർത്തന മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും. ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ഉണ്ടാകും. വാഹനത്തിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് അനുകൂല സമയമാണ്. സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്കും ഡോക്ടർമാർക്കും പേരും പെരുമയും വർദ്ധിക്കും. സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം കൂടും. സിനിമ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പണവും വർദ്ധിക്കും. സാഹിത്യകാരന്മാർക്കും അനുകൂല സമയമാണ്. യാത്രാവേളകളിൽ വിലപ്പെട്ട വസ്തുക്കളോ ധനമോ നഷ്ടപ്പെട്ടേക്കാം. അയൽക്കാരുമായുള്ള തർക്കങ്ങൾ വ്യവഹാരത്തിൽ കലാശിക്കും. അന്യദേശത്തോ വിദേശത്തോ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരിച്ചെത്തും. രോഗികൾക്ക് ചികിത്സ ലഭിക്കും. യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം ആകും. പ്രണയികൾ രക്ഷിതാക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് വിവാഹിതരാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും. സ്ത്രീകൾക്ക് മനസ്സമാധാനം കുറയും. സ്വയം തൊഴിൽ മേഖലയിൽ ഗുണം കുറയുന്നതാണ്. വർഷം അവസാനമാകുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. മേടം, കന്നി, മകരം എന്നീ മാസങ്ങൾ ഗുണകരമാണ്. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും അനുഭവത്തിൽ വരുന്നത്. കർമ്മരംഗത്ത് തടസ്സങ്ങൾ നേരിടാം. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കളവ് പോയ മുതൽ തിരികെ ലഭിക്കും. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസ ഗുണം ഉണ്ടാകും. ഗുരു കാരണവന്മാരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും. പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. ആരോഗ്യപരമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും ഗുണമുണ്ടാകും. പങ്കാളിയെ ചേർത്ത് കച്ചവടം ആരംഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ വേണ്ടിവരും. കൃഷികാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അവസരം ഉണ്ടാകും. മനസ്സിന് സന്തോഷം പകരുന്ന വാർത്തകൾ കേൾക്കുവാൻ ഇടവരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങി താമസിച്ചു തുടങ്ങും. സർവ്വകാര്യങ്ങളിലും വിജയം വരികയും ആത്മാഭിമാനം വർദ്ധിക്കുകയും ചെയ്യും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ അവിചാരിതമായ പുരോഗതി ദൃശ്യമാകും. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അനുഭവപ്പെടും. പ്രായത്തിലുപരി പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ കഴിയും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയും. മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കേണ്ടതായി വരും. സഹോദരങ്ങളും സുഹൃത്തുക്കളും സഹകരിക്കാതെ വിട്ടുനിൽക്കും. അസാധ്യം എന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധ്യമാകും. വിഷമഘട്ടങ്ങൾ അതിജീവിക്കുവാനുള്ള ആത്മധൈര്യവും ആർജവവും ഉണ്ടാകും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും. പുതിയ വ്യാപാര വ്യവസായ മേഖലയിൽ പണം മുടക്കുവാൻ സന്നദ്ധമാകും. ഭൂമി കൈമാറ്റം ചെയ്യുന്നതിൽ നഷ്ടങ്ങൾ സംഭവിക്കാം.
അസാധാരണ വ്യക്തിത്വം ഉള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കും. സ്വപ്നത്തിൽ ദർശിച്ച കാര്യങ്ങൾ അനുഭവത്തിൽ വരും. സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കും. സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരത ലഭിക്കും. സൈനിക അർദ്ധസൈനിക മേഖലയിൽ ഉള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കും. ക്ഷേത്ര ജീവനക്കാർക്കും നിയമമേഖലയിൽ ഉള്ളവർക്കും അവസരം അനുകൂലമാണ്. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉള്ളവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. മെഡിക്കൽ മേഖലയിൽ ഉള്ളവർക്ക് അനുകൂല സമയമാണ്. വിദേശത്ത് ജോലി ഉള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിൽ ലാഭം വർദ്ധിക്കും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിനോദയാത്രകൾക്ക് അവസരം ഉണ്ടാകും. ശത്രുക്കൾ പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കും. സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ്. അവസരങ്ങളും അംഗീകാരവും വന്നുചേരും. ശാസ്ത്രജ്ഞർ ബഹുമതിയും പ്രശസ്തിയും ആർജിക്കും. സ്ത്രീകൾക്ക് ജോലിയിൽ പ്രൊമോഷനും സ്ഥലമാറ്റവും ഉണ്ടാകും. പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉള്ളവർക്ക് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. വർഷാവസാനം കാര്യങ്ങൾ പൊതുവെ അനുകൂലമാകും. മേടം, കർക്കിടകം, കന്നി, മകരം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഈശ്വര പ്രാർത്ഥന കൊണ്ട് ദോഷം ലഘൂകരിക്കുവാൻ സാധിക്കുന്നതാണ്. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.